ചേട്ടാ നമ്മൾ ഇത്രയും ദിവസം ഇവനെ ശരിക്കും ഓൺ റോഡ് എൻജോയ് ചെയ്തു. ഇനി ആണ് ഇവനെ ശരിക്കും പണിയെടുപ്പിക്കേണ്ടത്. ഇപ്പം നമ്മളുള്ളത് മേപ്പാടിയിലാണ്. ഇന്നത്തെ വീഡിയോ 900 കണ്ടി ഓഫ് റോഡ് എക്സ്പ്ലോറേഷൻ. അപ്പം 900 കണ്ടി ഒരു ഹരം. പച്ചപ്പും ഹരിതാപോലും മാത്രം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കും. ഓക്കെ താങ്ക് യു. എനിക്ക് പോക്ക് കണ്ടിട്ട് കാട്ടിലേക്കാണോ ആനയുടെ വായിലേക്കാണോ എന്ന് ഡൗട്ട് ഇല്ലായിരുന്നോ? എത്താറായിരിക്കാണ്. അതെങ്ങനെ മനസ്സിലായി എത്താറായിരുന്നു? പിന്നെ 500 മീറ്റർ പോവാൻ എനിക്ക് അവിടുന്ന്. ആ ചേട്ടന്മാര് പറഞ്ഞ അനുസരിച്ചിട്ട് അവരുടെ ഇത് വെച്ചിട്ട് കേറിപ്പോട്ടെ. ഇതവര് ആ ചേട്ടന്മാര് പറഞ്ഞതൊന്നും അല്ലേ? ചേട്ടന്മാര് പറഞ്ഞ റോഡാണ് ഇത്, നമുക്കറിയില്ലല്ലോ. പോട്ടെ, പോയി നോക്കാം. പ്രോപ്പറായിട്ട് വണ്ടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടേ വയനാട് അങ്ങനെ ഒരു സ്പെഷ്യലിറ്റി വെക്കണം. ഒരു ഫീസ് മേടിച്ചോട്ടെ, സ്വന്തം വണ്ടിയിൽ വന്നിട്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോറസ്റ്റുകാരെ അങ്ങനെ ചെയ്താൽ നല്ലതാ. ഇത് അവർക്കും ഇപ്പൊ ജീപ്പുകാര് പോകുന്ന സ്ഥലത്ത് അവര് പറഞ്ഞെന്തോന്നറിയാം, അവര് കഷ്ടപ്പെട്ട് റോഡ് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ 5:30 കഴിഞ്ഞിട്ട് അവര് അതിലും കോർപ്പറേറ്റ് ചെയ്യുക. 5:30 കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വണ്ടി കയറിപ്പം ഇപ്പൊ കയറുന്നതിന് അവർക്ക് പ്രശ്നമില്ല. ഇപ്പൊ വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ സൈഡ് ഒതുക്കാനൊന്നും രക്ഷയില്ല, ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട്. മനസ്സിലായി, അത് നല്ല ഓഫ് റോഡാ. പക്ഷെ അവിടെ കയറാനാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അവരുടെ ഉപജീവിത മാർഗമാണല്ലോ. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അടിപൊളി. പച്ചപ്പും ഹരിതാപോലും മാത്രം. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ്, ഫുൾ പച്ചപ്പ്. അല്ല, ഈ പുഴയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിങ്ങനെ സൈഡിൽ ഇങ്ങനെ വളർന്നിരിക്കുക. ഇവിടം തൊട്ടാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ആകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഒപ്പീനിയൻ എടുത്തിട്ട് കൈരളി ടൊയോട്ടയിൽ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒരു സ്റ്റാഫുണ്ട്. അവരെ വിളിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അഖിലിനെ ഒന്ന് വിളിച്ചോ. ബ്രോയെ, ഞങ്ങളിപ്പോ ഒരു മിനിമൽ ഒരു ഓഫ് റോഡ് പരിപാടിയാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. അപ്പം നമ്മള് ഇതിനകത്ത് H2, H4 പിന്നെ L4 ഉണ്ട്. അപ്പം H4 യൂസ് ചെയ്യണോ അതോ L4 യൂസ് ചെയ്യണോ എന്നൊരു ഡൗട്ട്. നമുക്ക് മിനിമൽ ഓഫ് റോഡുകളെല്ലാം H4 കയറിയാൽ മതി. H4 മാത്രമായിട്ട് കയറിയാൽ മതി. H4 നമുക്ക് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ആ വരുന്നത്, അതുകൊണ്ട് തന്നെ ഓൺ ദ ഗോ ഇടാം. നമുക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇടാം. ന്യൂട്രലിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നേരെ ആ കാണുന്ന ട്രാൻസ്മിഷനിൽ നോബ് ഉണ്ടല്ലോ, ആ നോബ് ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നത്, ഇത് നേരെ H4 തിരിച്ചിട്ടാ മതി. അപ്പോ ക്ലസ്റ്ററിലെ ഇൻഡിക്കേഷൻ വരും 4 എന്ന് പറഞ്ഞിട്ട്. H4 എൻഗേജഡ് ആയിട്ടുള്ളതിന്റെ ഇൻഡിക്കേഷൻ വരും. ഒരു ഗ്രീൻ കളറിൽ ഒരു ഇൻഡിക്കേഷൻ കൂടെ വരും. അത് ആദ്യം ബ്ലിങ്ക് ചെയ്യും,
അത് ബ്ലിങ്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയി തെളിഞ്ഞു കിടക്കുമ്പോഴാണ് അത് എൻഗേജ് ആയെന്ന് മനസ്സിലാവണം. കേറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുവാണെങ്കിൽ വണ്ടി നേരെ ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് L4 ഇടുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം. ഇവിടെ കയറി കഴിഞ്ഞിട്ട് അത് വീണ്ടും H4ലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ പുഷ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, പുഷ് ചെയ്തിട്ട് മാത്രമേ L4 ഇടാവുള്ളൂ. L4 ഉണ്ടെങ്കിൽ വണ്ടി ആദ്യം ന്യൂട്രൽ ഇട്ടിട്ട് പുഷ് ചെയ്ത് തിരിക്കണം, എന്നാലേ L4 എൻഗേജ് ആവുള്ളൂ. L4 എൻഗേജ് ആയി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വണ്ടി മുന്നോട്ട് എടുക്കുക കേട്ടോ. ശരി. ഓക്കെ, അത് അറിയാലോ. അവിടെ ഇൻഡിക്കേഷൻ കാണിക്കും, ക്ലസ്റ്ററിൽ ഇൻഡിക്കേഷൻ കാണിക്കും. അവിടെ എൻഗേജ് ആയി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മുന്നോട്ട് എടുക്കാം. ഇപ്പൊ H4 മതി. നോർമൽ ഓഫ് റോഡ് ഒക്കെ ആണെങ്കിൽ H4 മതി. ആ വീഡിയോ കണ്ടായിരുന്നല്ലോ അയച്ചത്, ആ റൂട്ടിന്റെ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അയച്ചത് കണ്ടായിരുന്നല്ലോ. അതിന് H4 മതി അല്ലേ? അതിൽ H4 മതി. കയറി പൊക്കോളും ആ വീഡിയോയില്. ഓക്കെ ബ്രോ താങ്ക് യു. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കും, സപ്പോർട്ട് ചെയ്തേക്കണം. വിളിച്ചോ എപ്പോ വേണേലും വിളിച്ചോട്ടോ. ഓക്കെ താങ്ക് യു. അല്ല കൊള്ളാം. കൈലിട്ടോട്ടേക്കരേ അവരെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തത് ഭയങ്കര നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത കേട്ടോ അവര്. അടിപൊളി സർവീസ്. പുള്ളി ആ അഖിൽ എന്ന് പറഞ്ഞ പയ്യനെ ഐലക്സ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ പോട്ടെ. അല്ല ചേട്ടാ ഫസ്റ്റ് ടൈം അല്ലേ ഒരു ഓഫ് റോഡ് വിത്തൗട്ട് ട്രെയിനർ അല്ലേ? ഓക്കെ കൊള്ളാം. ഇതങ്ങോട്ടൊരു തുടക്കമാകട്ടെ. അതെ ഉറപ്പായിട്ടും. പോട്ടെ. യെസ് മോനെ പൊളി മൂഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുക്കനെ പണിയെടുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. റിവേഴ്സ് പോട്ടെ. ഇതിനകത്ത് ഇവിടെ സ്പേസ് ഉണ്ട്. ലെഫ്റ്റ് പിടിച്ചോ. പോട്ടെ ഇവിടെ. ഓക്കെ ചെറിയായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടാ. എന്ത് ചേട്ടാ ധൈര്യമായിട്ട് പോട്ടെ.